അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള സങ്കേതങ്ങളിലുമൊക്കെ ആ അന്തേവാസികളുമൊത്ത് അവരുമായി ഭക്ഷണം കഴിച്ചും അവരുമായി ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചും അവരുമായി കുശല അന്വേഷണം നടത്തിയും അവരുമായി ഇടപെട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇതുവരെയുള്ള സമയങ്ങൾ ചിലവഴിക്കുന്നതിന്റെ ഭാഗമായാണ് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ്. മാൻസാറിനെ പറ്റി അറിയാമെങ്കിൽ കഴിഞ്ഞ 51 വർഷക്കാലവും ഞാൻ പറഞ്ഞ മാതിരി 3 മാസവും 9 ദിവസവും പാലായിൽ തുടർച്ചയായി MLA ആകുകയും അദ്ദേഹം സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, നിയമ വകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി അടക്കം നമ്മുടെ സംസ്ഥാനത്ത് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. കർഷകർക്ക് കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ അടക്കം വിവിധ ക്ഷേമ പെൻഷനുകൾ കൂടി കേരളത്തിലെ ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കേരള കോൺഗ്രസും പാർട്ടിയുടെ നെടുമ്പൂണായി വലിയൊരു ഇതിഹാസമായി ഇന്ന് നമ്മുടെ ജനഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ വഴുതാനത്ത് ബാലേന്ദ്രൻ അവറുകളാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇതുപോലെയുള്ള ശ്രീ വഴുതാനത്ത് ബാലേന്ദ്രൻ അവറുകളെ ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ ബെന്നി കക്കാട് അവറുകളാണ്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇതുപോലെ കേരള ആഗ്രോ ഫ്രൂട്ട്സ് ഇൻഡസ്ട്രീസ് എന്ന കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തനം തുടരുന്നു. അദ്ദേഹം കഴിഞ്ഞ 13 വർഷക്കാലം ജില്ലയുടെ അമരക്കാരനായി ജില്ലാ പ്രസിഡന്റായി ഈ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗം ശ്രീ എ ഇക്ബാൽ കുട്ടിയെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ചവറ ഷായെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ടി കരിക്കും അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു കോശിയെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യം അനുഭവപ്പെട്ടത്, ഇവിടെ ഒരു അന്തേവാസി മരിച്ചു. ഈ അന്തേവാസി എന്തായിരുന്നു, ഒരു ഭാസ്കരനാരാണ്, ഇവിടെ കണ്ടുള്ള അദ്ദേഹത്തിന് സ്വത്തുകൾ മൊത്തം മകൻ എഴുതി കൊടുത്തു. മകൻ അതുപാട്ടൊക്കെ പോയി. വഴിയിലെ കണ്ടോടത്തൊക്കെ ഇവർ എടുത്തവിടെ ഉണ്ട്. ഒരു 6 ദിവസത്തിന്റെ പുള്ളി അന്തരിച്ചു. ഇവിടെ കൊണ്ട് ആക്കിയ 2 ബന്ധുക്കളുണ്ട്, ഈ മകന്റെ ബന്ധുക്കളാണ്. ഇവര് പല നമ്പറിലും വിളിച്ചിടക്കുന്നു. അവരാരും വേറെന്നവരും അവർ പറഞ്ഞത് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം പോയി. മകൻ ഗൾഫിലാണ്, വരാൻ മാർഗമെന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ എന്നിവിടെ വന്നിരുന്ന ഒരു കാര്യം എന്നെ മനസ്സിലാലോചിച്ചു, ഇതിന്റെ ഉത്തരവാദിത്ത പാർട്ടി ഏറ്റെടുത്തോണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തള്ളയും തുള്ളയും നടന്നിൽ പോകുന്ന മക്കളെ ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ അതെല്ലാവരും നിർബന്ധം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് പാർട്ടി സംഭവം ഏറ്റെടുക്കണം എന്നുള്ളതാണ് എന്റെ നേതാക്കന്മാരെ ഈ നോട്ടം. MLA അറിഞ്ഞു പറയണം, MLA അറിഞ്ഞിരിക്കണം. ഇതൊരു വളരെ മോശം ആൾക്കാരാണ്. എന്നാൽ ഒരാൾ റോഡിൽ കിടന്ന ആളിനെ മരിച്ചു കഴിഞ്ഞ് 6 ദിവസമായി ഇത് ഏറ്റെടുത്ത് കൊണ്ടുപോയി ഇതിന്റെ സമ്പത്തേലും ഇല്ല, കൊണ്ടുപോയിട്ട് ഇതൊന്ന് കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം. അതുപോലെ ചെയ്യാൻ മാർഗമില്ലാത്ത മനസ്സില്ലാത്ത ഈ മരിച്ച ആളിന്റെ സർവ്വസ്വത്തും പിടുങ്ങി അതെല്ലാം അയാൾ സൂക്ഷിച്ച് പോകുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഞാൻ ഒരു അഭിപ്രായം പറയുകയാണ്. അതനുസരിച്ച് MLA കൂടെ അത് പ്രതികരിക്കണം. MLA തീർച്ചയായിട്ടും അത് നിയമസഭയിൽ ഉന്നയിക്കുക അല്ലെങ്കിൽ ഇവിടെ കൃത്യമാണ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ നാട്ടിലുണ്ടാവരുത്. അനാഥാലയങ്ങളുടെ എണ്ണം പെരുകരുത്. ഈ അനാഥാലയങ്ങളുടെ പെരുക എന്ന് പറഞ്ഞാൽ വേറെ നല്ലത് ഇങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞ അമ്പലത്തിൽ കൊണ്ടുവിടും, ഓച്ചര അമ്പലത്തിൽ കൊണ്ടുവിടും. ഇത് എന്തോരു ദൈവദോഷത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇതിലൂടെ പ്രതികരിക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റ് പറയുന്നു. മറ്റു കാര്യമൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാനസാറിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ ജില്ലയിൽ ഞാൻ പറയാം, ഇന്ന് രാവിലെ വയനാട്ടിൽ ഉണ്ടാകും, അതിനുശേഷം ഓരോ മണ്ഡലങ്ങളും നടന്നു, അതിനുശേഷം ഉച്ചയ്ക്കുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളിലുണ്ട്. കാര്യം 3 ദിവസമായിട്ട് ജില്ലയിലെ പരിപാടി ചെയ്യത്തുള്ളൂ. ഒരു ഗുണമുണ്ടാകുന്ന പറഞ്ഞാൽ മാനസാറിന്റെ പേരുള്ള ഈ പറഞ്ഞ പരിപാടിക്ക് എല്ലാ ആളുകളും എല്ലാ പാർട്ടികളും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് കൊല്ലത്ത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്ത് 1000 കേന്ദ്രങ്ങളാണ്. ജനപ്രതിനിധികളായിട്ടുള്ള പൊതുപ്രവർത്തകരെ നമ്മളെല്ലാം ദിനംപ്രതി അനുഭവിക്കുന്നതാണ്. ഞാൻ തന്നെ എത്രയോ കേസുകൾ നമ്മുടെ ജില്ലാ കളക്ടറാണ് ഇതിന്റെ അന്തിമ വിധി കൽപ്പിക്കുന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് ആണല്ലോ, ജില്ലാ മജിസ്ട്രേറ്റ് ആണ് അന്തിമ വിധി കൽപ്പിക്കുന്നത്. പലപ്പോഴും
ഇങ്ങനെയുള്ള ഈ പ്രായമുള്ളവർക്ക് വേണ്ടി നീതി കിട്ടാൻ വേണ്ടിയിട്ട് കളക്ടറടുത്ത് പോയിട്ട് നീതി മറ്റേടത്ത് കൊടുക്കുന്ന സംവിധാനങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കലഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഇവർ തമ്മിലുള്ള അമ്മയും മകളും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള വഴക്കുകൾ ഇടപെട്ടപ്പോൾ ഒരിക്കലും ഒരു നിലപാടെടുത്ത മകളോടൊപ്പമാണ്. കാരണം അമ്മയുടെ ചില സ്വഭാവത്തിന്റെ ധാർഷ്ട്യമൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. സൂചിപ്പിച്ചു വന്നത് എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കുവെക്കാനുള്ളത്. അച്ഛനിങ്ങനെ അനാഥമായിട്ടുള്ള ബോഡികളൊക്കെ വരുമ്പോൾ അടക്കം ചെയ്യാൻ സ്ഥലം വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ വിട്ടുകൊടുത്തു, ഒരാൾക്ക് വിട്ടുകൊടുത്തു, രണ്ടാൾക്ക് വിട്ടുകൊടുത്തു, മൂന്നാൾക്ക് വിട്ടുകൊടുത്തു, അങ്ങനെ അവിടെ കൊണ്ട് നടക്കും. പിന്നെ പശുവിനെ മരിച്ച് ചത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ശ്മശാനം പോലെ ഇപ്പം എന്നെ കാണാൻ എന്റെ ഓഹരി കിട്ടി അത് കച്ചവടം ചെയ്യാനത് പോകുന്നില്ല. കാരണം ഒരുപാട് ആത്മകഥകളാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഈ കച്ചവടക്കാരത് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അതിലും വർഷങ്ങൾക്ക് ശേഷം ഒരു പശ്ചാത്താപം തോന്നിയിട്ടല്ല, ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ അന്ത്യകർമ്മം ചെയ്യാത്തതിന്റെ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എവിടെയാണ് അടക്കിയതെന്ന് അറിയണം. അസ്ഥി നുള്ളിപ്പോയി എടുത്തിട്ട് ചില അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ നമുക്കുണ്ടായ ശാപം മോക്ഷം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 5-6 വർഷത്തിന് ശേഷം മക്കൾ അന്വേഷിച്ചു വരികയും അവരെ വളരെ ഒരു ഇതോട് ശകാരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു വിടുന്നത് ഇപ്പോഴും ഓർമ്മ വന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തില് നടക്കുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് മക്കൾ അച്ഛനും അമ്മമാരിൽ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ അച്ഛനമ്മമാരെങ്ങനെയാണോ സ്വന്തം അപ്പനോടും അമ്മമ്മയോടും കാണിക്കുന്നത് അത് തന്നെയായിരിക്കും മക്കൾ അവരോട് കാണിക്കുന്നത് എന്നുള്ള ഒരു മിനിമം ഒരു എന്താ പറയാ ഒരു ബോധമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ ബോധവൽക്കരണത്തിലൂടെ മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവർക്കും തിരക്കിന്റെ കാലഘട്ടത്തിലാണ്. തിരക്കിന്റെ കാലഘട്ടത്തില് അച്ഛനും അമ്മയും മക്കളെയും നോക്കാൻ ആർക്കും സമയമില്ല. അച്ഛനും അമ്മയും മിക്കവാറും ജോലിക്ക് പോവുകയാണ്. അപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും ഇല്ല, സമയമില്ലാത്തതിനാൽ ഈ ബന്ധങ്ങളുടെ ഈടപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമുക്ക് ഇങ്ങനെയുള്ള സമൂഹത്തില് ഒറ്റപ്പെട്ടുവരെയെന്ന് കാണുക മാത്രമല്ല, അവരോടൊപ്പം അല്പം സമയം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നു. ഏറ്റവും കാരുണ്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് സമൂഹത്തില്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്താൻ മാണിസാറിന്റെ ഒരു ദിനം കാരണമായി എന്നുള്ളതും ഏറ്റവും, കാരണം കാരുണ്യം എന്നുള്ള വാക്കിന് ഏറ്റവും കൂടുതൽ അർത്ഥം നൽകിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മാണിസാറ്. അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ പൊസിഷൻ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ചെയ്ത വ്യക്തിത്വമാണ്. നമ്മളിപ്പോ കാരുണ്യ ബലവനൽ ഫണ്ടോ അല്ലെങ്കിൽ ക്രാഫോ ഒക്കെ വഴി ഇന്നലെ ബജറ്റിൽ കൂടി പറയുന്നുണ്ടായിരുന്നു. കാരണം 3000 കോടി രൂപയ്ക്ക് അടുത്ത് സൗജന്യ ചികിത്സ കാരുണ്യ ബലവനൽ ഫണ്ട് വഴി ചെയ്തിട്ടുണ്ട്, ക്രാഫ് വഴി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ 4000 കോടിക്ക് അടുത്ത് വരും. അത്രയും കോടി രൂപ ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാണിസാറിനെ ഓർത്തു പോകും. അദ്ദേഹമാണ് ഈ പദ്ധതി തുടങ്ങി വെച്ചത്. ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത്. അത് 1965 പാലായില് ജനറൽ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് അത് വരുന്നത്. പാലാ കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് സ്ഥാനാർത്ഥിയാകുക എന്നുള്ള ഒരു നിയോഗത്തിലാണ് അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത്. തുടർന്ന് അതിൽ ഏറെ കാലവും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള റവന്യൂ വകുപ്പ്, അതിലേക്ക് ഫിനാൻസ് വകുപ്പ്, അതുപോലെ 13 വർഷത്തോളം 13 ബഡ്ജറ്റുകൾ അദ്ദേഹം അത് ദുബായിട്ട ആ ദീർഘകായനായ മനുഷ്യനെ അദ്ദേഹം മാണിസാറ് വിജയ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ, ഈ പോർ ഹോമിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മകനെ നിയുക്തനാക്കിയ ചവറ നിയോജകം നമ്മുടെ നേതാവ് ചവറ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റും നമ്മുടെ ചവറ ഷായും, ഇവിടെ ഇരിക്കുന്ന ഇതിമൂലം നിയോജകം പ്രസിഡന്റ് മനോജും നമ്മുടെ ഇക്ബാൽ കുട്ടിയും ഇവരെല്ലാം ദിലീപും ഒക്കെ അതിനെല്ലാവർക്കും പ്രശംസനീയമായി തന്നെ അവരെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ബിജു വിജയനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് ഈ സമയം അതിക്രമിച്ചതുകൊണ്ട് നിയോജകം പ്രസിഡന്റുണ്ട്, നിയോജകം പ്രസിഡന്റുമാരുണ്ട്. അപ്പോ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇതുപോലെ ഒരു നേതാവിനെ നമുക്ക് ഇനിയും ഭാവിയിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ ജനുസുള്ള, അദ്ദേഹത്തിന്റെ പൈകൃതമുള്ള, ലെഗസിയുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി, പാർട്ടിയുടെ ചെയർമാൻ, അദ്ദേഹവും തന്നെ ഈ മാനസാറിന്റെ ഏറ്റവും ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാളെ പോലും മുഖക്കറുത്ത് സംസാരിക്കുവാനോ, സാധാരണ രാഷ്ട്രീയ നേതാക്കളെ, പൊതുപ്രവർത്തകരൊക്കെ വല്ല വർത്താനങ്ങളൊക്കെ പറയും, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മാനസാറ് എന്നെ 37ാമത്തെ വയസ്സിൽ ഇതിന്റെ ജില്ലയുടെ അധ്യക്ഷനാക്കി മാറ്റിയപ്പോഴും, അദ്ദേഹവുമായി 13 വർഷം ജില്ലാ പ്രസിഡന്റ്, പിന്നെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോൾ പോലും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും കമ്പയർ ചെയ്യാൻ കഴിയാത്ത, അവർക്കൊരു കോമ്പീറ്റന്റ് അല്ല പുള്ളി. പക്ഷെ അദ്ദേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. കേരള സംസ്ഥാന നവോത്ഥാനത്തിന് വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിലേറ്റവും എടുത്തു പറയാനുള്ളത് കാരുണ്യ ബലവൻ ഫണ്ടിലൂടെ 2,20,000 പേർക്ക് അവരുടെ അവർക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ